ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാൻസ് മീഡിയ. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പോണത് കൊച്ചി വണ്ടർലായിലാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചാച്ചൻ്റെ മക്കൾ എൽദോസും ജോൺസും കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊച്ചി വണ്ടർലായിലേക്ക് എത്തുവാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ കൊച്ചി വണ്ടർലായെ പറ്റിയുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ്സ്, അതുപോലെ റൈഡ്സ് എല്ലാം തന്നെ. അതുകൊണ്ട് ദയവായി നിങ്ങൾ വീഡിയോ മൊത്തമായിട്ടും കാണുക. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് എന്താണ്? അതെ, ഈ നിലവിളി ശബ്ദങ്ങളാണ്, ഈ കൂട്ടക്കരച്ചിലുകളൊക്കെയാണ് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് റൈഡുകളുടെയൊക്കെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഞങ്ങളും തെറ്റിച്ചില്ല, നേരെ തന്നെ ഒരു സൈഡിൽ നിന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കവർ ചെയ്യാമെന്ന് പറഞ്ഞ് വലിയൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വണ്ടർലായിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 11 മണിക്കാണ് ഓപ്പൺ ആകുന്നത്. 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഈ റൈഡുകൾ മൊത്തം ഒന്നും ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ വാട്ടർ റൈഡുകൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മണിക്കാണ്. പിന്നെ സ്വാഭാവികമായിട്ടും വാട്ടർ റൈഡിലെല്ലാം പോയി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലാൻഡ് റൈഡുകളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അലൗവും ചെയ്യത്തില്ല. അവിടെ ഒരുപാട് ഡ്രസ് കോഡുകളുണ്ട് വണ്ടർലാൻഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് റൈഡാണ്. അപ്പോൾ 11 മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എയർ റൈസ് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു സംഭവത്തിനകത്താണ് കയറിയത്. സ്വാഭാവികമായിട്ടും ആദ്യമേ തന്നെ റൈഡ് കയറ്റാത്ത കാരണം സിയാൻകുട്ടൻ പിണങ്ങാൻ തുടങ്ങി. അപ്പോൾ നേരെ ഞങ്ങൾ പോയിട്ട് കിഡ്സിൻ്റെ കോൺവോയ്ക്കകത്ത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് വണ്ടികളാണ്, നമുക്ക് ഇഷ്ടമുള്ള ഏതിലെങ്കിലും കയറിയിരിക്കാം. അത് കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നല്ല രസമാണ്. അപ്പോൾ അതിൽ കയറ്റി സിയാന് നമ്മളങ്ങനെ ഇനാഗുറേഷൻ നടത്തി വണ്ടർല വിസിറ്റിൻ്റെ. ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് നമുക്ക് നോർമൽ പ്രൈസിൽ നിന്ന് കിട്ടും. പിന്നെ വണ്ടർലായിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക, വണ്ടർലായിൽ വീക്കെൻഡിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ഒക്കെ റേറ്റ് കൂടുതലാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഒക്കെ റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങൾ വീക്ക് ഡേയ്സിൽ നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ വണ്ടർലായിൽ സ്റ്റുഡൻസ് ID, കോളേജ് ID ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 20% ടിക്കറ്റിന് ഓഫുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ്, ബിരിയാണി കോംബോയ്ക്കൊക്കെ 30% വരെ ഓഫൊക്കെ കിട്ടും. കൂടാതെ വണ്ടർലായിലുള്ളൊരു ഓഫറാണ്, ബർത്ത്ഡേ ഉള്ള ഒരു മാസമാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബർത്ത്ഡേ ജനുവരിയിലാണെങ്കിൽ ജനുവരി മാസത്തിൽ നമ്മൾ വണ്ടർല വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ബർത്ത്ഡേ ബോയ് ഓർ ഗേളിനുള്ള ടിക്കറ്റ് ഫ്രീ ആണ്. ആകെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ID കാർഡ് അവിടുത്തെ കൗണ്ടറിൽ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ പോകുന്ന ഡേറ്റ് കൺഫേം ആണെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല ഡേറ്റ് കൺഫേം അല്ലെങ്കിൽ പിന്നെ അവിടെ കൗണ്ടറിൽ പോയി കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ട് വേണ്ടി വരും ടിക്കറ്റ് എടുക്കാനായിട്ട്. പക്ഷേ നേരത്തെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ അങ്ങ് എൻറ്റർ ചെയ്യാവുന്നതാണ്. സാറാക്കുട്ടനെ നോക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറിയാണ് കേട്ടോ റൈഡിൽ കയറുന്നത്. ടേൺ വെച്ചിട്ടാണ്. ഒരാൾ മാത്രം പുറത്ത് നിൽക്കും സാറാക്കുട്ടനെ നോക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരൊക്കെ റൈഡിൽ കയറുമ്പോൾ. പിന്നെ ഈ ഹൈ ത്രിൽ ആയിട്ടുള്ള ഹൈ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡുകളിലൊന്നും കുട്ടികൾ അലൗഡ് അല്ല. പിന്നെ കുട്ടികളുടെ ഇതിലൊക്കെ കുറേ നമ്മൾക്ക് മുതിർന്നവർ അലൗഡ് അല്ല. അപ്പോൾ എന്താ ശരിക്കും ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു 75% എങ്കിലും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവൻ പുലിയാണ് കേട്ടോ. ഇതാണ് ഇക്വിനോസ് 360 മോൺസ്റ്റർ കില്ലർ റൈഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കൊച്ചി വണ്ടർലായിലുള്ളതിൽ വെച്ച് ഏറ്റവും സാഹസികമായിട്ടുള്ള 2 റൈഡുകളിലൊന്നാണിത്. റീകോയിലാണ് മറ്റൊന്ന്. നല്ല അസാമാന്യമായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ശരിക്കും ഒന്ന് റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാനും സിയാൻകുട്ടനൊക്കെ കണ്ടു നിന്നു, വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് നിന്നു. അവർ 3 പേരും ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ നാട്ടിൽ വെക്കേഷൻ പോയപ്പോഴാണ് ആക്ച്വലി വണ്ടർല വിസിറ്റ് ചെയ്തെങ്കിലും ഇതിൻ്റെ വീഡിയോ ഒന്നും യൂട്യൂബിലൊന്നും ഇട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ ആരെയും കാണിച്ചില്ല. കാരണം അമലുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ് 3 മാസം ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ നാട്ടിൽ ചെന്നത്. അപ്പം തന്നെ ഞങ്ങൾ നേരെ വണ്ടർലായിലോട്ട് വെച്ചു പിടിച്ചു. ആ സമയത്ത് ഈ വീഡിയോ വീട്ടുകാർ കണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് വണ്ടർലായിൽ പോയതിന് എന്നെ തലക്കടിച്ച് കൊന്നേനെ. അത് കാരണമാണ് ഇത് അന്നേരം പുറത്തെടുക്കാതിരുന്നത്.
കൊച്ചി വണ്ടർലായിൽ ഇപ്പോൾ 56 റൈഡുകളാണുള്ളത്. ഞങ്ങൾ ഒരു 10-40 എണ്ണത്തിനകത്തെങ്കിലും കയറി, എങ്കിലും എല്ലാം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. സാറമോളെ നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കുള്ളത് കൊണ്ട് എല്ലാം ഒന്നും ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് കണ്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ ചില ഷോകളെല്ലാം, ചില റൈഡുകളെല്ലാം ചില പർട്ടിക്കുലർ ടൈമിലേ ഉള്ളൂ. 1 മണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഗ്യാപ്പിലേ ഉള്ളൂ. പക്ഷേ ആ ഓരോ 45 മിനിറ്റ്സ് കൂടുമ്പോഴത്തേക്കും ഒരു ഷോയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിൻ്റെ പുറത്ത് ക്യൂ നിന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ ചില ഷോകൾ അല്ലെങ്കിൽ ചില റൈഡുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ക്യൂ നിന്ന് നമ്മുടെ സമയം പോകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് VIP പാസ്സൊക്കെ എടുക്കേണ്ടി വരും. അല്ലാതെ നോർമൽ സ്റ്റാൻഡേർഡ് ടിക്കറ്റുമായിട്ട് പോകുന്നവർ ഇത്തരം സംഭവങ്ങളുടെ മുമ്പിൽ VR കോസ്റ്റർ അങ്ങനെ കുറേ സംഭവങ്ങൾ, നല്ല നല്ല ഭംഗിയുള്ള ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളിൽ നമുക്ക് ഒത്തിരി ടൈം പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികളെല്ലാം എനിക്ക് തോന്നുന്നു ഇവർ ടിക്കറ്റ് കൊടുക്കുന്നതിന് ഒരു കയ്യും കണക്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ആര് ചോദിച്ചാലും ടിക്കറ്റ് കൊടുക്കുമെന്ന് തോന്നുന്നു. അത്ര ക്രൗഡാണ് അവിടെ. പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് ടൈം നന്നായിട്ട് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഫുൾ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ കുഞ്ഞു കുട്ടികളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ കാര്യങ്ങൾ എല്ലാം ഒന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ലല്ലോ. പേടിയാവിടെ സിയാരെ, പേടിയാവിടെ സിയാരെ, പേടിയാവിടെ, അയ്യോ പേടിയാവിടെ, ഓ പേടിയാവിടെ. വേറെ ലോകാണ് കണ്ണൊക്കെ ചുമന്ന്. വാട്ടർ റൈഡുകളിലേക്കൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ക്യാമറയായിട്ട് പോയില്ല കേട്ടോ. കുറച്ച് ഒരു സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളുള്ളത് കൊണ്ടും പിന്നെ ക്യാമറാമാന് ക്യാമറയായിട്ട് വെള്ളത്തിലേക്ക് ചാടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങളതൊന്നും കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പോയില്ല. പക്ഷേ ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചു. വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ റൈഡുകളുള്ളത്. വീക്കെൻഡ്സിൽ 7 മണി വരെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ അവർ ഇറങ്ങി പോകൂ എന്ന് പറയുന്നിടം വരെ അവിടെ നിന്ന് ശരിക്കും എല്ലാം ആസ്വദിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഒരു ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ആസ്വദിക്കാനുള്ളത് ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ടൈം ശരിക്കും മാനേജ് ചെയ്യണം. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.